വാക്കുകൾ നമ്മൾ പഠിക്കുന്നു. ചിലത് നമുക്ക് കേട്ടുകേൾവി മാത്രമേ കാണുള്ളൂ. പക്ഷേ ഒരു ദിവസം ആ സെയിം വേർഡ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമെന്ന് നമ്മൾ ഒരിക്കലും കരുതില്ല, അല്ലേ? റേഡിയോ ആക്റ്റീവ് അയോഡിൻ തെറാപ്പി. ഒരു സമയം വരെ അതെനിക്ക് വെറും ട്രീറ്റ്മെൻറ്റ് കോളത്തെ കാണുന്ന ഒരു പേര് മാത്രമായിരുന്നു കേട്ടോ. ഹായ് ഹലോ, ഐ എം അതുല്യ. ഇതൊരു സാഡ് സ്റ്റോറി അല്ല കേട്ടോ. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കണമെന്ന് കരുതി. മേ ബി ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ. എനിക്ക് പാപ്പിലറി കാർസിനോമ ഡയഗ്നോസ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു തൈറോയ്ഡ് ഫുൾ റിമൂവ് ചെയ്യണം, അതായത് ടോട്ടൽ തൈറോയ്ഡക്ടമി തന്നെ ചെയ്യേണ്ടി വരുമെന്ന്. ആ സമയത്തും ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്നത് ഇതൊക്കെ ഇപ്പോൾ യൂഷ്വൽ അല്ലേ, പേടിക്കാനൊന്നുമില്ല എന്നായിരുന്നു. പക്ഷേ ജീവിതം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ നടക്കാറില്ല, അല്ലേ? സെയിം ടൈമിൽ തന്നെ എനിക്ക് ടി ബിയും ഡയഗ്നോസ് ചെയ്തു. അങ്ങനെ സർജറി കുറച്ച് നാളത്തേക്ക് ഹോൾഡ് ചെയ്ത് ഞാൻ ടി ബിയുടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ടി ബി ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ എൻ്റെ റൂട്ടീൻ തന്നെ മാറിപ്പോയി. മെഡിസിൻ, ഫുഡ്, ഈറ്റ്, സ്ലീപ്പ്, റിപ്പീറ്റ്. ബേസിക്കലി ഞാനൊരു പ്രൊഫഷണൽ പേഷ്യൻ്റായി മാറി. 6 മന്ത്സ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉറങ്ങി, കഴിച്ചു, മരുന്ന് കഴിച്ചു, വീണ്ടും ഉറങ്ങി, അത്രയേ പറയാനുള്ളൂ. അങ്ങനെ 6 മാസം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ തൈറോയ്ഡക്ടമിയും കഴിഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ചു, കഴിഞ്ഞു, ഇനിയൊന്നുമില്ലല്ലോ, ഇവിടം കൊണ്ട് തീർന്നല്ലോ ട്രീറ്റ്മെൻ്റ് എല്ലാം. പക്ഷേ അവിടം കൊണ്ടൊന്നും തീർന്നിരുന്നില്ല. പിന്നീട് അങ്ങോട്ടുള്ള ആ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ചലഞ്ചിങ് ആയി തോന്നിയൊരു ഫേസായിരുന്നു.